എല്ലാവരും എരിയും വൈകിട്ട് വാങ്ങിക്കട്ടെ മുടയാമത്തപ്പെട്ട് കോപ ദീപം ഇടയാത്തത് കത്തി കേട്ട് മതിച്ചോ മടയാ ദൈവത്തെ ഇടയാത്ത ജനങ്ങൾ തിരിച്ചങ്ങ് മാറും മറ്റേ ശരീരം രണ്ടും ഒരുപോലെ തന്ന എല്ലാ കടാക്ഷങ്ങളും മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. നാരായണ പക്കൽ എടുക്കുന്നവരെ അല്ലെ രണ്ടവസ്ഥപ്പെടുത്താതെ രണ്ടും കേട്ടവും കൊണ്ടുപോകണം. മുന്നോടിയായിട്ട് പോകണം അല്ലെ. മനസ്സുകൊണ്ട് എത്തിക്കട്ടെ. അത്ര പോലെ ഇതിനൊരു ഏകാഗ്രത ചിത്തഭാവത്തോടു കൂടി ജീവിക്കേണ്ട വഴി ഇതല്ലോ പൊന്നു തമ്പുരാനെ എന്നൊരു പ്രാർത്ഥനയാണ് അല്ലെ. ഇന്നലെ മുന്നേ കാലങ്ങളിൽ കനകംപിടഞ്ഞവരുടെ പുഞ്ചഭൂമി ഇന്നും മുന്നേ കാലങ്ങളിൽ മനുഷ്യത്തെ കൂട്ടിക്കെട്ടി മനുഷ്യ പോത്താം കൂട്ടിനെ കൂട്ടിക്കെട്ടിയവരായിപ്പോയി തറവാട് അല്ലേ. അവിടെ എല്ലാം ഉണ്ടേനും ഇന്ന്
കാര്യങ്ങൾ അല്ലേ അങ്ങനെ തന്നെ പറയാം. നല്ല കാര്യങ്ങൾ മുത്തപ്പ നല്ലൊരു ജീവിതം തരണം എന്നൊരു പ്രാർത്ഥനയാണ്. കളിയിട്ട് കാണാൻ സുന്ദരത്താറ് കട്ടിക്കട്ടി ഒലിവിൽ നോക്കാം കേട്ടാ. നാളെയും കാണിക്കുന്നതാണ് ഒരുമിച്ച് വെച്ച ജീവിതം അവസാനമല്ല ഒരു അങ്ങനെ കാണുന്നു മാറ്റി തരണോ അല്ലേ. കൈലാസവാസിയായി നോളൂ കേട്ടുന്ന പറയാനത്തോട് മരണത്തിന്റെ കാര്യത്തിലായി അവിടുത്തെ ജീവിതമാണ് സന്താനങ്ങള് അല്ലേ നല്ല വഴി കിട്ടും. അവരെ കണ്ടൊരു ആഗ്രഹം കിട്ടുന്നില്ല. അത് തന്നാപ്പൻ അവരെ കൂടെ ഉണ്ടായപ്പോഴും ആവശ്യിക്കുന്നത് ഉപയോഗിക്കാതെ മുത്തപ്പ തന്നെ വാഹനം കൊണ്ട് വയ്ക്കുന്നുണ്ട്. ശ്രദ്ധ കൊടുത്താൽ മതി. മുഖെല്ലാം പാടി കളയാൻ മുത്തപ്പൻ അല്ലെ സങ്കടം പോട്ടെ അല്ലെ. ചായ ചിത്രം എടുക്കുന്നില്ല കേട്ടാ. മാതാവിന്റെ പേര് പോന്നാ അല്ലെ മുത്തപ്പനും പേരും പെരുന്നാൾ മാതാവിന്റെ പേര് പോകണ്ട ഇതൊന്നും നടക്കും. പക്ഷെങ്കിൽ വരുന്നില്ല അങ്ങോട്ട് പോകണമെന്നാ അനുഗ്രഹം നേരിട്ട് പഠിക്കണം കേട്ടാ. മുത്തപ്പന്റെ നിറന്ന പത്രത്തിലായി ഞാനേച്ചി മുന്നോട്ട് കയറി വാ. ഞാനേച്ചി ഇങ്ങോട്ട് മുമ്പിൽ വാ. മുമ്പോട്ട് കയറി വാ. ലേശം കുറെ വർഷങ്ങളായിട്ട് സൗജന്യമായിട്ട് മാർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാനാണ്. അവനവന്റെ ജീവിതം സൂഹിക്കാനാണോ ജീവൻ തോന്നി അല്ല. മറ്റുള്ളവരുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അവനവന്റെ മനസ്സിൽ എത്തിപ്പെട്ടിട്ട് അതിന് സ്വസ്ഥമായും ജീവിതം കൊടുക്കണം. മുത്തപ്പ തന്നിട്ടുണ്ടല്ലോ അറിവ് ഓർമ്മ തരട്ടെ മുത്തപ്പ. കളിയിട്ട് കാലാവസ്ഥ വരുത്താതെ കെട്ടിക്കെട്ടി പൊലിപൊലിയുന്നൊരവസ്ഥ എന്റെ പൈലങ്ങൾക്ക് മുത്തപ്പ കേട്ടോ. തെക്ക് വടക്കായിട്ട് കിഴക്കായിരുന്നെ വാങ്ങുക. ഉദയത്തിൽ എന്നും കിട്ടണം. എന്നുമായിട്ട് നോക്കുക. എന്നും ഉദയത്തിലാതിരുന്ന മുത്തപ്പ കിഴക്കോട്ട് ഇട്ടാണ്. കിഴക്ക് സിംഹമേ വടക്കാന പടിഞ്ഞാറ് കുതിരാന്ന് കിഴക്ക് അല്ലെ ഉദയത്തിൽ തിന്നാ എന്നും അനുമതി കൊടുക്കണോ. അല്ലെങ്കിൽ പോയാ പ്രായത്തില് 100 വേണ്ടേ 100 കാണണ്ടേ. ആവട്ടെ നല്ല ജീവിതം നല്ല മനസ്സ് മുത്തപ്പ എത്തിക്കും കേട്ടാ. ഇത് മതി ഇത്ര മതി കേട്ടാ. പോയിനാ മാറ്റം വന്നു പോയിനാ. പുരുഷനാളെ പുരുഷനാണ് അല്ലെ. അഭിമാനം വന്ന് പുരുഷനായി അല്ലെ. എന്താ പഠിക്കുന്നത് അഷ്ടകത്തിൽ അല്ലെ. അഷ്ടകത്തിനുള്ളൂ എത്രയേ ഉള്ളൂ അല്ലെ. അവിടെ ഇന്ന് ഇവിടെ നവത്ത് പോകണം. നവം കാണണ്ടേ 9 കാണണ്ടേ. അങ്ങനെ ദശവത്തു അങ്ങനെ അനവധി കാര്യങ്ങളൊക്കെ ഇത് ഒരു ഗുരുവിൽ നിന്ന് അഭ്യസിക്കുമ്പോൾ അതിനാണ് അഭ്യസിക്കുന്നത്. മറ്റുള്ളവർക്ക് പ്രയോജനമായിട്ട് കിട്ടണോ അല്ലെ. മുന്നോട്ട് കൊണ്ട് വഴി മാറുന്നു. വിശ്വസിച്ച് അഭിമാനം തരട്ടെ കൂടെ ഉണ്ടാവട്ടെ കേട്ടോ. അതുപോലെ ഹൈക്കോടതിയിൽ മറ്റൊരു മികച്ച പ്രകടനം കാഴ്ചവെച്ച അൻസാർ അത് വേറൊന്നുമില്ല. മുത്തപ്പന് എല്ലാവർക്കും വരാം. എല്ലാവർക്കും വരാം അല്ലേ. നിത്യം അന്നദാനം കൊടുക്കുന്ന സ്ഥാനമാണ് ആർഗർ സ്പർശിക്കണം അല്ലേ. നിത്യം അന്നദാനം അടിക്കണം അല്ലേ. കാര്യങ്ങൾക്ക് ഇവിടെ ചെന്നാലും ഏത് സന്നിധി ചെന്നാലും മുത്തപ്പന്റെ ആ കലാശം കൊണ്ട് മുന്നോട്ടെത്തിക്കുന്ന വഴി മാറും. പ്രാർത്ഥിക്കാൻ അല്ലേ. ദൈവം കാണും അത് പ്രാർത്ഥിക്കാം. എങ്ങനെയായാലും ഒന്നേ ഉള്ളൂ. ഒന്നേ കവിഞ്ഞിട്ടുണ്ടാ ഇല്ല ഒന്നേ ഉള്ളൂ. ഇവരിൽ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അതുപോലെ മുന്നോട്ട് പോകേണ്ട വഴി മാർഗം ഇരിക്കട്ടെ മുത്തപ്പ കൂടെ ഉണ്ടാവട്ടെ. കാണുന്ന മുത്തപ്പാന് പ്രാർത്ഥനയാണ് ജീവൻ രക്ഷിക്കുന്ന ഈശ്വരൻ വിചാരം ഇതാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പ്രാർത്ഥന സ്വാമി ദൈവമല്ല എന്നാണ് അല്ലേ. ഓരോ
ഒരാൾക്ക് ഓരോ കഴിവ് വന്നിട്ട് ആ കഴിവ് പ്രകടിപ്പിക്കലല്ല മറ്റുള്ളവരിലേക്ക് എത്തിക്കാന്ന് അല്ലേ നോക്കറ ഒന്നും പ്രകടിപ്പിക്കലല്ല മറ്റുള്ളവർക്ക് എത്തിക്കാൻ പഠിക്കണം അതാണ് മനസ്സ് ഇതാ ഒന്നതിന് 10-14 ഫലത്തോടു കൂടി യഥോചിതം 2 വസ്തു വരുത്താതെ യഥാവിധി യഥാസ്ഥാനം യഥായോഗ്യം യഥേയതയെ കൽപ്പിച്ച പോലെ വിധിക്കനുസരിച്ച് പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകുന്ന കാലങ്ങളിൽ 10-16 ഫലം കേട്ടാ